കൊല്ലം കൊട്ടാരക്കരയിലേക്കാണ് വരെ കുളക്കടയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപകമായ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. കുറ്ററയിൽ ഓട്ടോ തൊഴിലാളി രമണന്റെ വീടിന് മുകളിലേക്ക് മരം കടപുഴകി വീണു. വീട്ടുകാർ രക്ഷപ്പെട്ടത് അത്ഭുതകരമായാണ്. കൊട്ടാരക്കര പെരുങ്കുളം നടുവത്ര എന്ന സ്ഥലത്ത് അവിടെ ഏലയിൽ 450-ലധികം വാഴ നശിച്ചു എന്നത് കർഷകരെ സംബന്ധിച്ചും സങ്കടകരമായ കാര്യമാണ്. കണ്ണൻ നായർ വിവരങ്ങളുമായിട്ടുണ്ട്. കണ്ണൻ, കൃഷിക്ക് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു, വീടുകൾക്ക് അപകടങ്ങൾ ഉണ്ടാകുന്നു. ഈ മഴയുടെ ഒരു കുഴപ്പമാണ്. മഴ പെയ്തു തുടങ്ങിയാൽ പിന്നെ ഇതൊന്ന് മാറിക്കെട്ടിയാൽ മതി എന്ന് നമ്മൾ ആഗ്രഹിച്ചു. അതാണ് അവസ്ഥ. അപ്പോൾ തുടങ്ങിയപ്പോഴേ വലിയ കെടുതികളാണല്ലേ? തുടങ്ങിയപ്പോഴേ കിഴക്കൻ മേഖലയിൽ വലിയ രീതിയിലുള്ള കെടുതികളാണ്. കാര്യം കൊട്ടാരക്കര, അതുപോലെ തന്നെ പുനലൂർ, അഞ്ചൽ തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. രമണൻ എന്ന് പറയുന്ന ഓട്ടോ തൊഴിലാളിയുടെ വീടിന് മുകളിലേക്കാണ് അവിടെ മരം ഒടിഞ്ഞു വീണത്. അവിടെ ആ 2 മുറികളുടെ മേൽക്കൂര പൂർണ്ണമായും തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അവിടെ ഒരു ഏലായിൽ വാഴകൃഷി നടക്കുകയായിരുന്നു. വിളവെടുക്കാൻ പാകമായ വാഴക്കുലകളായിരുന്നു, പൂർണ്ണമായും പാകമായ വാഴക്കുലകളായിരുന്നു. അത് പൂർണ്ണമായും തകർന്നു വീണിരിക്കുന്നു. അത് ഏതാണ്ട് 3 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടമുണ്ടായി എന്നുള്ളതാണ് കർഷകർ പറയുന്നത്. അതുപോലെ തന്നെ അഞ്ചലിൽ ഒരു വീട് മുന്നിലുണ്ടായിരുന്ന മതിൽ റോഡിലേക്ക് വീണു. അങ്ങനെയുള്ളൊരു അപകടമുണ്ട്. പുനലൂരിലും സമാനമായ രീതിയിലുള്ള അപകടമുണ്ടായി. ഐക്കരക്കോണത്ത് വീടിന് മുകളിലേക്ക് മരം വീണു. ഐക്കരക്കോണം സ്വദേശി വിശ്വംഭരൻ്റെ വീട്ടിലേക്കാണ് മരം വീണത്. വീട്ടുകാർ അകത്തുണ്ടായിരുന്നു, പക്ഷേ അവർ ഭാഗ്യം കൊണ്ട് അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് പറയാം. മേൽക്കൂര പൂർണ്ണമായും തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. അങ്ങനെയാണ് കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിലാണ് കെടുതികൾ രൂക്ഷമായിട്ടുള്ളത്. എന്നാൽ തുടക്കത്തിൽ രാവിലെയൊക്കെ തന്നെ ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം നഗരത്തിലാണ്. നഗരത്തിൽ വലിയ രീതിയിലുള്ള മഴക്കെടുതികൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇവിടെ നിന്ന് ലൈവ് റിപ്പോർട്ട് ചെയ്യാൻ പോലും സാധിക്കാത്ത രീതിയിൽ ശക്തമായ കാറ്റും മഴയും ഒക്കെ തന്നെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണുള്ളത്. കടൽക്ഷോഭം ചില സ്ഥലങ്ങളിൽ തുടങ്ങിയിട്ടുണ്ട്. കടൽക്ഷോഭം നേരത്തെ കള്ളക്കടൽ പ്രതിഭാസം ഉണ്ട് എന്ന് തന്നെ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. അതിൻ്റെ കാരണം കൊണ്ട് കൂടിയാകാം ഇപ്പോൾ കടൽക്ഷോഭം ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് ചവറ പോലെയുള്ള പ്രദേശങ്ങളിൽ ഖനനം നടക്കുന്ന അയ്യാരയുടെയും KML ഖനനം നടക്കുന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെയാണ് കൂടുതലായി കടൽക്ഷോഭം ഉണ്ടാകുന്നത്. ചിലയിടങ്ങളിൽ കടൽഭിത്തി തകർന്നിട്ടുമുണ്ടാകും.